ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന 5 ഡെയിലി വെയർ സാരീസ് ആണ്. അപ്പോൾ ഈ 5 സാരീസിലും നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റിച്ചസ് 5 ഡിഫറെൻറ്റ് സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തയ്ച്ചിരിക്കുന്ന എല്ലാ സ്റ്റിച്ചസും എങ്ങനെയാണ് തയ്ക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിൻ്റെ ബ്ലൂ പ്രിൻറ്റും ഞാൻ ഇങ്ങനെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഡിസൈനിൻ്റെ ബ്ലൂ പ്രിൻറ്റും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ള, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ എങ്ങനെയാണ് ഏറ്റവും കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഡ് സ്റ്റിച്ച് അല്ലെങ്കിൽ പേൾ സ്റ്റിച്ച്, ഡബിൾ നോട്ട്, അങ്ങനെ പല പല പേജിൽ അറിയുന്ന ഒരു സ്റ്റിച്ചിനെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ അത് കുറേ പേര് ആ സ്റ്റിച്ച് കണ്ട് പഠിച്ച് തയ്ച്ച് എനിക്ക് ഫോട്ടോ എടുത്ത് പേഴ്സണലി വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുറേ ആൾക്കാരുണ്ടെന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇതുവരെ സ്റ്റിച്ചിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇട്ടയച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടയച്ചാൽ മതി, ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് ഇന്നത്തെ ഓരോരോ സാരീസ് 1 by 1 ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. സാരിയുടെ കളറ് ലെമൺ യെല്ലോ ആണ്, ലൈറ്റ് ഷെയ്ഡാണിത്. സാധാ നമ്മൾ ശരിക്കുമുള്ള നമ്മുടെ നാരങ്ങയുടെ നിറം തന്നെയാണ് ഈ സാരിയുടെ. ഇത് ചെക്കോട്ടയാണ്, കോട്ടൺ ചെക്കോട്ട ലെമൺ യെല്ലോ സാരിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ മുന്താണിയിൽ ഇതുപോലെ സ്പൈഡർ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ഫ്ലവർ ബഞ്ചാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറച്ചധികം നല്ല നീളത്തിലുള്ള ഒരു ഫ്ലവർ ബഞ്ചാണ് ലീവ്സ് ഒക്കെ ആയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്ന സ്പൈഡർ വെബ് സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് തയ്ക്കാൻ നമ്മൾ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സും സ്റ്റെംസും തയ്ക്കാൻ സാധാ നോർമൽ ആങ്കർ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മുന്താണിയുടെ ഒരു സൈഡിൽ മാത്രം ഇത്ര ഒരു വലിയൊരു ഫ്ലവർ ബഞ്ച് ഉണ്ട്. പിന്നെ നമ്മുടെ ഇതോർത്ത് തന്നെ ഒരു ഡിസൈനിങ് ആണ് നമ്മുടെ ചെസ്റ്റ് പോർഷനിലാണ് വരുന്നത്. ഇതിപ്പം നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ബ്ലൗസ് ഇട്ടാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും. ഇതിനകത്ത് പിങ്ക് കളർ ബ്ലൗസ്, പ്രിന്റഡ് ബ്ലൗസ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. അതല്ലെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് മേടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് യെല്ലോ കളർ വർക്ക് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ബ്ലൗസ് പീസ് ഒന്നും അവൈലബിൾ അല്ല, സാരി മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഫ്രണ്ടിൽ ഞെറിഞ്ഞെടുക്കുമ്പോൾ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്, ഷോൾഡറിൻ്റെ അവിടുത്തെ ആ പ്ലീറ്റിൽ വരുന്ന ഡിസൈനിങ് ആണ്. ഇതുപോലെ തന്നെ 2 ഡിസൈനിങ് ഫ്രണ്ടിൽ വരും. ഫ്രണ്ട് ഷോൾഡറിൽ ആയിട്ട് വരുന്നതാണ് 2 ഡിസൈൻ ഇതുവരെ. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നിറച്ചും ഫ്ലവർ ഡിസൈനിങ് ഉണ്ടാകും കേട്ടോ. വലിയ ഇതായതുകൊണ്ട് നിറച്ചും ഉണ്ടാകും. ഇതുപോലെ തന്നെ ഒരു ഡിസൈനിങ് ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 4 ഇതുപോലത്തെ ഡിസൈൻസ് ആണ്, വലിയ ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഈ സാരി റെഡി ഫോർ സെയിലാണെന്ന്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 1850 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ 5.5 മീറ്റർ കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഇങ്ങനത്തെ 4 ഡിസൈനേഴ്സ് സ്പൈഡർ വെബ് ഡിസൈനിങ് ആണ് വരുന്നത്. റേറ്റ് 1850. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ സാരി വരുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സാരി നമുക്ക് ഇനി കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാരി. ഈ സാരിയുടെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂയിഷ് ആഷ് കളറാണ്. ഒരു ബ്ലൂ കളർ കൂടിയ ഒരു ആഷ്, നമ്മുടെ ചാരത്തിൻ്റെ കളറിൽ ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് വരുമ്പോൾ ഉള്ള കളറാണ് ഇതിൻ്റെ ആക്ച്വൽ കളർ എന്ന് പറഞ്ഞാൽ. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതും കോട്ടൺ ചെക്കോട്ട മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലേസി ഡേസി ബുളിയൻ നോട്ടാണ് ഇതിൻ്റെ പെറ്റൽസ് എല്ലാം തയ്ച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ക്രീം ത്രെഡ് വെച്ചിട്ട് വീണ്ടും നമ്മൾ വെറുതെ കുത്തി താത്തി വെച്ചിരിക്കുന്നതാണ് ഇത് ഫ്ലവറിൻ്റെ ഇടയിൽ. പിന്നെ സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് സാറ്റിൻ സ്റ്റിച്ചുമാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തയ്ച്ചിരിക്കുന്ന സ്റ്റെംസും ലീവ്സും തയ്ച്ചിരിക്കുന്ന 3 സ്ട്രാൻഡ്സും, ബാക്കി ഈ ഫ്ലവറും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ക്രീം കളർ വെച്ച് തയ്ച്ചിരിക്കുന്ന 6 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ പല്ലുവിൻ്റെ എൻഡിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു ഫ്ലവർ പാറ്റേൺ ആണ് നമ്മുടെ റണ്ണിങ് പോർഷനിൽ വരുന്നത്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡറിലാണ് വരുന്നത്. ഷോൾഡറിൽ നമ്മൾ ഇതുപോലെ വലിയ ഡിസൈനിങ്, ഇതുപോലത്തെ സെയിം ഡിസൈനിങ് 2 ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇതുപോലെ 2 ഡിസൈനാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പോൾ ഇത് തയ്ക്കാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഒരേ പെറ്റിലും തയ്ക്കുമ്പോൾ ലേസി ഡേസി തയ്ച്ചു കഴിഞ്ഞിട്ട് ബൂളിയൻ നോട്ടും കൂടെ തയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അതുപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ക്രീം ത്രെഡ് വെച്ചിട്ടും തയ്ക്കണം. അപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ബാക്കി മറ്റേ ആദ്യം കാണിച്ച് സ്പൈഡർ വെബ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു സാരിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2200 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ റേറ്റ്. ഇതിൻ്റെ അകത്തും 4 വലിയ ഡിസൈനാണ് വന്നിരിക്കുന്നത്. മുന്താണിയിൽ ഒരെണ്ണം, ചെസ്റ്റിൽ ഫ്രണ്ടിൽ 2 പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ 2 പിന്നെ ഒരു റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ. അങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 2200. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സാരി കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സാരി. ഇത് ഓഫ് വൈറ്റ് സിൽക്കി കോട്ട മെറ്റീരിയൽ ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു സൺഫ്ലവർ പാറ്റേൺ പോലെയാണ്, ഹാഫ് സൺഫ്ലവർ പാറ്റേൺ പോലെയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. 3 ഫ്ലവേഴ്സ്. ഇതിൻ്റെ അകത്ത് കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നടുക്ക് ഫ്രഞ്ച് നോട്ട്, സ്റ്റെം സ്റ്റിച്ചും, ലീവ്സ് തയ്ച്ചിരിക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് ലീഫ് ഫില്ല് ചെയ്തേക്കുന്നത്. എന്നിട്ട് നടുക്ക് ഒരു കുഞ്ഞൊരു ട്യൂബും, ലീഫിനൊരു എടുപ്പ് കിട്ടാനായിട്ട് ഒരു കുഞ്ഞു ട്യൂബും, ഗോൾഡൻ ട്യൂബും വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഫ്ലവർ പാറ്റേൺ ആയിട്ടാണ് ഈ മുന്താണിയുടെ ഒരു ഭാഗത്ത് വരുന്നത്. അത് മുന്താണിയിൽ എന്നിട്ട് അപ്പുറത്തെ ഫുള്ളും വിടർത്തിയിടുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നടുക്ക് ഒരു കുഞ്ഞു ഫ്ലവർ, ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മുന്താണിയുടെ ഇപ്പുറത്തെ സൈഡിലും ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിട്ടല്ല മുന്താണി, ഇങ്ങനെ ഫുള്ള് ഇതിലും വർക്കുണ്ട്. പക്ഷേ ഇത് സിംഗിൾ ഫ്ലവേഴ്സ് ആണ്. ബാക്കി നടുക്കും അപ്പുറത്തെ എൻഡിലും ഈ ഒരു കാണുന്ന എൻഡിൽ മാത്രമാണ് 3 ഫ്ലവർ ആയിട്ട് തയ്ച്ചിട്ടുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ട് ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ഡിസൈനിങ് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പോർഷൻ ആകും. അപ്പോൾ ഡയറക്ഷൻ മാറും, ഡിസൈനിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിലും ഇതുപോലെ 4 ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ 4 ഡിസൈൻ അടുപ്പിച്ച് വരുന്നുണ്ട് ഫ്രണ്ടിൽ. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് ഈ ഒരു ഡിസൈനിങ് വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുമ്പം അത് ഒറ്റയ്ക്കായിട്ടുള്ള 3 ഫ്ലവർ ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടം വരുമ്പം റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇങ്ങനെ ഒരു സിംഗിൾ ഫ്ലവറിന് പകരമായിട്ട് 3 ട്രയാങ്കിൾ ഷേപ്പിൽ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് 6 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് ഇപ്പം ഈ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ആയാലും ഫ്രഞ്ച് നോട്ടും തയ്ച്ചിരിക്കുന്നത്. സ്റ്റെംസ് തയ്ച്ചിരിക്കുന്നത് 3 സ്ട്രാൻഡ്സും വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ ട്യൂബ്സ്. അങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് വരുന്നത്. ഇതും 5 മീറ്റർ സിൽക്കി കോട്ട സാരി, ഓഫ് വൈറ്റ് ആണ് സാരി. ഇതിൻ്റെ അകത്ത് എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ്. ഒരു മസ്റ്റാർഡ് യെല്ലോയും ബ്രൗണും ഡാർക്ക് ഒലീവ് ഗ്രീനും കൂടെ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഒത്തിരി തെറിച്ചു നിൽക്കുന്നില്ല, എന്നാൽ കാണാൻ അത്യാവശ്യമുണ്ട്. ആ ഒരു രീതിയിലുള്ള കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 1600 ആണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത സാരി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ 4ാമത്തെ സാരി വീണ്ടും ലെമൺ യെല്ലോ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തേൽ നമ്മൾ കണ്ടത് ലെമൺ യെല്ലോ സാരീൻ്റെ അകത്ത് പിങ്ക് കളർ കോമ്പിനേഷൻ ആയിരുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. കുറച്ച് ബീഡ്സും ഉണ്ട്, ഷുഗർ ബീഡ്സും കുറച്ചും കൂടെ മീഡിയം സൈസ് ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതൊരു ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ വളരെ കുഞ്ഞതാണ്, 3 ഇഞ്ച് ഉള്ളൂ ലെങ്ത്ത് ഇതിൻ്റെ ഡിസൈനിൻ്റെ. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റിച്ചസ് ആണ്. ബൂളിയൻ നോട്ട് ഉണ്ട്, ലേസി ഡേസി സ്റ്റിച്ച് ഉണ്ട്. ഇത് റിംഗ് നോട്ട് അല്ലെങ്കിൽ ലൂസ് ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്ന സ്റ്റിച്ചാണ് ഇത്. പിന്നെ നമ്മൾ ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ചാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റിച്ചസും എല്ലാ ഫ്ലവേഴ്സും സെയിം കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ലീവ്സ് മാത്രമാണ് ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫ്ലവേഴ്സിനും സെയിം കളറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ബീഡ്സ് ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഷുഗർ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഈ സെൻറ്ററിലുള്ള ഫ്ലവറിന് മാത്രമാണ് ഒരു മീഡിയം സൈസ് ബീഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം 6 സ്ട്രാൻഡ്സിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്.
ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു 7 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 7 ഇഞ്ച് ഗ്യാപ്പിൽ അടുത്ത ഡിസൈൻ, പിന്നെ അടുത്ത ഡിസൈൻ, അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുറകിലോട്ട് വളഞ്ഞു വരുന്നത്, ഫ്രണ്ടിൽ വന്നിട്ട് പുറകിലോട്ട് വളഞ്ഞു വരുന്ന അവിടം വരെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ഡിസൈനിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞെറിഞ്ഞൊടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ അവിടുത്തെ വർക്ക് അല്ലാണ്ട് ചെസ്റ്റ് പോർഷനിലോട്ട് ചേർന്നിരിക്കുന്നതിൻ്റെ അവിടെയും ഒരു ഡിസൈനിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞെറിഞ്ഞൊടുക്കുമ്പോൾ ആ ഒരു സൈഡിലും ഒരു ഡിസൈൻ, ഇവിടെ ഒരു ഡിസൈനിങ് ചെസ്റ്റ് പോർഷനിൽ വരുന്ന രീതിയിൽ അവിടെ ഒരു ഡിസൈനേ കൊടുത്തിട്ടുള്ളൂ, ഫ്രീ ആയിട്ട് ഇരിക്കത്തില്ല. അവിടെ ഒരു കുഞ്ഞു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇങ്ങനെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ കുഞ്ഞു ഡിസൈൻ ആയതുകൊണ്ട് കാണാനൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ 2 ഡിസൈനിങ് ആണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 2 ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ നോക്കുമ്പം കുറച്ച് കാണാനുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ തയ്ക്കുവാണെങ്കിൽ കാണാൻ ഒന്നും ഉണ്ടാവത്തില്ല, കുഞ്ഞു ഡിസൈൻ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ 2 എണ്ണം ഒന്നിൻ്റെ മേലിൽ ഒന്നായിട്ട് തയ്ച്ചിരിക്കുന്നത്. അപ്പം കാണാൻ കുറച്ചുണ്ടാകും. അപ്പം മൊത്തത്തിൽ ഈ സാരിയിൽ 13 ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 1600 റുപ്പീസാണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ സാരി കണ്ടു നോക്കാം. അപ്പം ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ നമ്മുടെ സാരി. ലൈറ്റ് സാൻഡൽവുഡ് കളർ സാരിയാണ്. അതിനകത്ത് മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഷാഡോ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ സ്ട്രാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഷാഡോ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലീവ്സ് ആയാൽ നമ്മൾ തയ്ച്ചിരിക്കുന്നതും ഷാഡോ വർക്കാണ്. സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് ഓരോ ഫ്ലവറിൻ്റെയും സെൻറ്ററിൽ ഈ ഏറ്റവും ബേസിലായിട്ട് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് ഈ ഹാർട്ട് ഷേപ്പൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്രഞ്ച് നോട്ടും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫുൾ ഡിസൈനിങ് നമ്മൾ ചെയ്തിരിക്കുന്ന സിംഗിൾ സ്റ്റാൻഡാണ്. അത് ഷാഡോ വർക്ക് ആയാലും സാറ്റിൻ സ്റ്റിച്ച് ആയാലും ഫ്രഞ്ച് നോട്ട് ആയാലും എല്ലാം സിംഗിൾ സ്റ്റാൻഡ് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എങ്ങനെയാണ് ഈ ഡിസൈൻ തയ്ക്കേണ്ടതെന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതാണ് മുന്താണിയിൽ ഒരു ഡിസൈനിങ് വരുന്നത്. ഇതിൻ്റെ 7 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഈ ഒരു 7 ഇഞ്ചിൻ്റെ ഡിസൈനിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈനിങ് വരുന്നുണ്ട്. ഇതുപോലെ 2 ഫ്ലവറും കുറച്ച് ലീവ്സുമായിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിൽ ഷോൾഡറിൻ്റെ അവിടെയാണ് ഫ്രണ്ട് ചെസ്റ്റ് പോർഷനിൽ വരുന്ന, ചെസ്റ്റ് പോർഷനല്ല ഷോൾഡർ കഴിഞ്ഞിട്ട് ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ കാണുന്ന അവിടെയാണ് 2 ഡിസൈനിങ് ഇതുപോലെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഈ സെയിം ഡിസൈനിങ് വരുന്നുണ്ട്. ഇത് സിംഗിൾ സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ ശരിക്കും തയ്ച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വളരെ ഒതുങ്ങിക്കിടക്കുക. ഇത് നല്ലോണം പ്രിൻറ്റ് പോലെയാണ് നമുക്ക് തോന്നുള്ളൂ. ഫാബ്രിക് പെയിൻറ്റ് ചെയ്തവർ അല്ലെങ്കിൽ പ്രിൻറ്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അത്രയ്ക്ക് ഇത് തുണിയായിട്ട് പതിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റിച്ചാണ് സിംഗിൾ സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ. നല്ല നീറ്റായിട്ട് ഷാഡോ വർക്ക് ബാക്ക് സൈഡിലാണെങ്കിലും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എവിടെയും വലിക്കാണ്ട് ഇതുപോലെ ബാക്ക് സൈഡിലൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വിത്ത് ബ്ലൗസ് പീസാണ്. ഇത് ഓർഗൻഡി മെറ്റീരിയലിൻ്റെ തന്നെ ബ്ലൗസ് പീസാണ്. അപ്പോൾ ബ്ലൗസ് പീസിൽ ഒരു വർക്ക് വന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ബ്ലൗസ് പീസിൽ കൊടുത്തേക്കുന്നത്. ഒരു സിംഗിൾ ഫ്ലവർ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഞ്ഞു ഫ്ലവറാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്ലീവ്സിലും ഇതുപോലത്തെ ഒരു കുഞ്ഞു ഫ്ലവർ ഡിസൈനിങ്ങും ചെയ്തിട്ടുണ്ട്. ഇത് 6.5 മീറ്റർ ആണ്. വിത്ത് 5.5 മീറ്റർ സാരി, 1 മീറ്റർ ബ്ലൗസ് പീസും, അങ്ങനെ മൊത്തത്തിൽ 6.5 മീറ്റർ ആണ്. ബ്ലൗസ് പീസിലും വർക്കുണ്ട്. അതുപോലെ തന്നെ സാരിയിൽ 4 വലിയ ഡിസൈനിങ്, ഒരു കുഞ്ഞു ഡിസൈനിങ്ങും ആണ് വരുന്നത്. ഈ സാരിയുടെ റേറ്റ് 2335 ആണ് ഈ സാരിയുടെ റേറ്റ്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ 5 സാരീസും വരുന്നത്. എല്ലാവർക്കും ഈ സാരീസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.